ക്ലിയർ ആവുന്നില്ലേ? പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് നമുക്ക് എക്സലിൽ ഓട്ടോ സേവിനുള്ള ഓപ്ഷൻ. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തു. പിന്നെ ഈ ഒരു എക്സലിന്റെ വർക്ക് ബുക്കിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്തു, വർക്കുകൾ നടത്തി, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കേണ്ട, ഇവിടെ നിന്ന് ഓട്ടോ സേവ് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് അൺഡു റീഡു എന്നുള്ള ഓപ്ഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്തു, അപ്പൊ നമുക്ക് മുന്നേക്ക് പോകണം, ആദ്യം ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഈ അൺഡു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതുപോലെ വീണ്ടും നമ്മൾ ചെയ്തെടുത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ റീഡു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഈ ഒരു ഓപ്ഷൻസിനെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഈ ഒരു ഓപ്ഷൻസിനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. എക്സലില് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സേവ് ചെയ്യാനും അതുപോലെ അൺഡു റീഡും, അതുപോലെ ഇവിടെ തന്നെ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ളത് സേവ് അതുപോലെ അൺഡു റീഡു ആണ്. നമുക്ക് ഇനി പുതിയൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, അതിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഏത് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സലിലെ റിബൺസിനെ പറ്റിയാണ്. ഈ കാണുന്നതാണ് ഈ മെയിൻ ആയിട്ട് ഇതൊരു ടേബിൾ ആയിട്ട് കാണുന്നില്ലേ, ഇതിന്റെ മൊത്തത്തിലാണ് നമ്മൾ എക്സൽ റിബൺസ് എന്ന് പറയുന്നത്. എക്സലിലെ റിബൺസ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ളതിനെയാണ്. അതിൽ തന്നെ ഈ ഫയല്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, ഇതൊക്കെയാണ് എക്സലിലെ ടാബ്സ് എന്ന് പറയുന്നത്. എക്സലിലെ ടാബ്സ് എന്ന് പറയും, മൊത്തത്തിൽ എന്ത് പറയും, റിബൺസ് എന്ന് പറയും. ഇതിന് എക്സലിലെ ടാബ്സ് എന്ന് പറയും. ഇതിൽ തന്നെ ഓരോ ടാബ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലെ. ഇപ്പം ഹോം സെലക്ട് ചെയ്തു, ഹോം എന്നുള്ള ടാബ് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ കമാൻഡ് ബട്ടൺസ് എന്ന് പറയുന്നത്. ഒരു ടാബിന്റെ അണ്ടറിൽ തന്നെ ഈ ഒരു ഓപ്ഷൻസിനാണ് നമ്മൾ കമാൻഡ് ബട്ടൺസ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് ബട്ടൺസിനൊക്കെ ഓരോ ലൈൻ വെച്ചിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ലൈൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് നെയിമാണ് എന്ത്, ക്ലിപ്പ് ബോർഡ്. ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നു. അതുപോലെ ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പ്, അലൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, അങ്ങനെ ഓരോന്നായിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോം ഇൻസേർട്ട് ആയിക്കോട്ടെ, ഇൻസേർട്ടിലും കാണാം നമുക്ക് ടേബിൾസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇലുസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചാർട്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിന്റെ അണ്ടർ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് നെയിമിന്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ആരോ കാണാം. ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള ബോക്സ് ആണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ. അതായത് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം റിബൺസ് എന്താണ് മനസ്സിലായി, ടാബ്സ് പറഞ്ഞു, അതുപോലെ കമാൻഡ് ബട്ടൺസ് പറഞ്ഞു. ഞാൻ ഇതിന്റെ ഡിസ്പ്ലേ ഓപ്ഷൻ ആണ് പറയുന്നത്. റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ് ആണ്. അപ്പം ഈ ഒരു എക്സലില് നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുക. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ കാണാൻ പറ്റും. ചില സിസ്റ്റത്തിൽ, അതായത് ചില എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിനിമൈസിന്റെ തൊട്ടടുത്തായിട്ടൊരു ടേബിൾ പോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ടത് കൊടുക്കാം. ഇപ്പം ഫുൾ സ്ക്രീൻ മോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാം. ഇനി അത് വീണ്ടും ഡിസ്പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത്, ടാബ്സ് മാത്രമാണെങ്കിൽ ഷോ ടാബ്സ് ഓൺലി കൊടുക്കാം. ടാബ്സ് മാത്രം ഡിസ്പ്ലേ ആയിട്ടുണ്ട്. വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഓൾവേസ് ഷോ റിബൺ ആ വേണ്ടതെങ്കിൽ അത് കൊടുക്കാം. ഓൾവേസ് ഷോ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അതാണ് ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റുന്നത്. ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റിയാൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഹൈഡ് ആയിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഓൾവേസ് ഷോ റിബൺ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ പറയുന്നത് മുന്നേ പറഞ്ഞല്ലേ, തിയറി പറയും നെയിം ബോക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് മുന്നേ നമുക്ക് എന്താണ് കോളം, എന്താണ് റോ നോക്കാം.
അപ്പോൾ കോളം എന്താണ്, റോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് ABC ലെറ്റേഴ്സിൽ കാണുന്നില്ലേ താഴേക്ക് സെലക്ട് ചെയ്യുമ്പോൾ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം എന്ന് പറയുന്നത്. വേർട്ടിക്കലി കാണുന്നതാണ് എന്ത്, കോളംസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ എക്സലിലെ കോളംസ്. പിന്നെ നമ്പേഴ്സിൽ കാണുന്നതാണ് എന്ത്, ഹൊറിസോണ്ടലി ഉള്ളതാണ് എന്ത്, റോസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലി കാണുന്നതാണ് റോസ് എന്നുള്ളത്. പിന്നെ സെല്ല് എന്ന് പറയുന്നത് കോളത്തിന്റെയും റോനി ഇന്റർസെക്ഷൻ. ഇതാണ് ഒരു സെല്ല്, സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ഈ സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ ഒന്നിൽ കൂടുതൽ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, സെല്ല് സെലക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു ഭാഗം കാണാൻ പറ്റും അല്ലെ, ഒരു ബോക്സ് പോലെ. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നെയിം ബോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, ഏത് സെല്ലാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു സെല്ലിന്റെ അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. സെൽ അഡ്രസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം A1 ഫസ്റ്റ് സെല്ലിലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. A1 എന്ന് സെൽ അഡ്രസ് കാണാൻ പറ്റും. A എന്നുള്ള കോളത്തിൽ ഒന്നാമത്തെ റോ, അതായിരിക്കും അതിന്റെ സെൽ അഡ്രസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോർമുല ബാർ എന്ന് പറഞ്ഞതാണ്. ഇതാണ് ഫോർമുല ബാർ. ഈ ഒരു ഭാഗമാണ് ഇത് ഫോർമുല ബാർ എന്ന് പറയുന്നത് എക്സലിലെ. അതായത് നമ്മൾ ഈ ഒരു സെല്ലിൽ എന്ത് ഡാറ്റ എൻറ്റർ ചെയ്യുന്നു, എന്ത് ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു, അതൊക്കെ ഈ ഒരു ഫോർമുല ബാറിലും ഡിസ്പ്ലേ ആവും. അതുപോലെ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തു, ഈ ഫോർമുല ബാറിൽ ടെക്സ്റ്റ് എൻറ്റർ ചെയ്തു. അത് ഏതൊരു സെല്ലാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സെല്ലിലും ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ഓക്കെ, പിന്നെ അതിൽ കണ്ടതാണ് FX എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ആണ്. നമ്മൾ എക്സൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് FX എന്നുള്ളത്. FX സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് വേണ്ടത് കാറ്റഗറി എന്ന് കാണുന്നില്ലേ, സെലക്ട് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏതാണോ വേണ്ടത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വന്നിട്ടുള്ളത് എന്താ, മോസ്റ്റ് റീസെന്റ് യൂസ്ഡ് ആണ്. അതായത് മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇവിടെ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ബേസിക് ഫങ്ഷൻസ്. ഇനി ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഏതാണോ, ഫിനാൻഷ്യൽ വേണോ, ഡേറ്റ് ആൻഡ് ടൈം വേണോ, ഏതാണോ വേണ്ടത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പം മോസ്റ്റ് റീസെന്റ് യൂസ്ഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ കൊടുക്കുക, ഏതാണ് വേണ്ടത് അത് ഓക്കെ കൊടുത്താൽ, ഇപ്പം ആഡ് കൊടുത്തിട്ടുണ്ട്, അത് ഓക്കെ കൊടുത്താൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ഫംഗ്ഷൻസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ കോളം എന്താന്ന് പറഞ്ഞു, റോ പറഞ്ഞു, സെല്ല് പറഞ്ഞു, റേഞ്ച് പറഞ്ഞു, പിന്നെ നെയിം ബോക്സ് നോക്കി, ഫോർമുല ബാർ നോക്കി, FX നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എത്ര കോളം ഉണ്ട്, എത്ര റോസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. നേരത്തെ തിയറിന്റെ പറയുമ്പോൾ എത്ര കോളംസ് ഉണ്ട്, എക്സൽ എത്ര കോളംസ് ഉണ്ട്, എക്സൽ എത്ര റോസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് അത് കാണുന്നത്. അപ്പം നമുക്ക് എക്സലിൽ ടോട്ടൽ കോളം കാണണം, ലാസ്റ്റ് കോളം വരെ കാണണം. അതിനായിട്ട് കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാൻ വേണ്ടത് കൺട്രോൾ പ്രസ് ചെയ്യുക, റൈറ്റ് ആരോ കൊടുക്കുക. കൺട്രോള് റൈറ്റ് ആരോ, നമുക്ക് ലാസ്റ്റ് കോളം കാണാൻ പറ്റും. XFD എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് കോളം കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഹലോ, യെസ്. ഓക്കെ, കൺട്രോൾ കൊടുക്കുക, റൈറ്റ് ആരോ കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ കൊടുക്കുക, ലെഫ്റ്റ് ആരോ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എത്ര റോസ് ഉണ്ട് എന്നുള്ളത് കാണും അല്ലെ. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ കൊടുക്കുക, ഡൗൺ ആരോ കൊടുക്കുക. കീബോർഡിൽ ഡൗൺ ആരോ കാണാം. 10 lakh സംതിങ് ലാസ്റ്റ് റോയിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നാമത്തെ റോയിലേക്ക് പോവാന് കൺട്രോൾ കൊടുക്കുക, F ആരോ കൊടുക്കുക. ക്ലിയർ ആയില്ലേ? നമുക്ക് ടോട്ടൽ റോയും അതുപോലെ ടോട്ടൽ കോളംസും ഒറ്റ ക്ലിക്കിൽ കാണണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇവിടെ A1 എന്നുള്ള ആ ഒരു ഭാഗത്ത് അവിടെ ഒരു ആരോ പോലെ, ഒരു ട്രയാങ്കിൾ പോലെ കാണുന്നു.
അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ടോട്ടൽ കോളം അതുപോലെ ടോട്ടൽ റോയും കാണാൻ പറ്റും. 10,48,000 സംതിങ് റോസ് ഉണ്ട്, അതുപോലെ 16,000 സംതിങ് കോളംസും. അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമുക്കിപ്പം വർക്ക് ഷീറ്റ് എന്താണെന്ന് പറഞ്ഞ് വർക്ക് ബുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഒരു എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഷീറ്റ് 1 എന്ന് കാണുന്നില്ലേ താഴെ. അപ്പൊ ഒന്നാമത്തെ ഷീറ്റാണ് നമ്മൾ എക്സലിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് വർക്ക് ബുക്കിൽ തന്നെ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷീറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു വർക്ക് ബുക്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഷീറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കാണുന്ന ഈ ഒരു പ്ലസ് എന്നുള്ള ഒരു ഐക്കൺ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വീണ്ടും ഷീറ്റ്. ഓക്കെ, ഇനി ഈ ഒരു ഷീറ്റിന് നമുക്ക് നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷീറ്റ് നെയിം, ഇപ്പൊ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നാണ് നെയിം ഉള്ളത്. അപ്പൊ നമ്മൾ എന്താണോ ഡാറ്റ എൻറ്റർ ചെയ്യുന്നത്, എന്താണോ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് ആ ഒരു ഷീറ്റിന് നമുക്ക് ഷീറ്റ് നെയിം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷീറ്റ് 1 എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, എന്താണോ കൊടുക്കേണ്ടത് ആ ഒരു ഷീറ്റിന്റെ നെയിം എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒന്ന് എൻറ്റർ അടിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷീറ്റ് നെയിം കൊടുക്കുന്നത് പറഞ്ഞു, ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ അല്ലേ? ഷീറ്റ് ഇൻസേർട്ട് ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാവുക ഒന്നാമത്തെ ഷീറ്റിലേക്ക്, ഫസ്റ്റ് ഷീറ്റിൽ. ഓക്കെ, ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താൽ ഒന്നാമത്തെ ഷീറ്റിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ ഷീറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, എന്നിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഷീറ്റിന്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ ഈ ഒരു എക്സൽ ഷീറ്റിൽ തന്നെ റൈറ്റ് സൈഡിൽ താഴെ കാണാൻ പറ്റും. സൂം ഇൻ സൂം ഔട്ട് എന്നുള്ള ഓപ്ഷന് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സൂം ഇന്നും അതുപോലെ സൂം ഔട്ടും ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ നോർമലി മൗസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇനി കീബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്യാം, മൗസിന്റെ വീൽ ഉണ്ടാവില്ലേ അതൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് സൂം ഇനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റിന്റെ മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളത് നോർമൽ ആണ്. പിന്നെ ഒന്ന് വരുന്നത് ഷീറ്റ് നോർമൽ ഉണ്ട്, അതുപോലെ 3 ഓപ്ഷൻസ് ആണ്. ഇത് നമുക്ക് പ്രിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രിന്റ് എടുക്കേണ്ട ആ ഒരു ഭാഗത്ത് ആ ഒരു ഓപ്ഷൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അതിന്റെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷനാണ് പ്രിവ്യൂ എന്നുള്ളതാണ്. 3 കാണാം, ഒന്ന് നോർമൽ, പിന്നെ പേജ് ലേഔട്ട്, പിന്നെ ഒന്ന് പേജ് ബ്രേക്ക്. പ്രിവ്യൂ ആയിട്ട് നമ്മൾ എൻറ്റർ ചെയ്ത ഡാറ്റേന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ താഴെയുള്ള ഒരു മോഡിനെ പറ്റിയാണ് പറയുന്നത്. എക്സൽ മോഡ്സ് ആണ്. ഇപ്പൊ ഇവിടെ ഉള്ളത് റെഡി എന്നുള്ള മോഡാണ് അല്ലെ. നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡി എന്നുള്ള ഒരു മോഡായിരിക്കും വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് മോഡ് മാറുന്നത് കാണാം. ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ എൻറ്റർ എന്നുള്ള ഒരു മോഡ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സലിൽ ഈ ഒരു പേജിലുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തത്തില് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടാബ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫയൽ എന്നുള്ള ടാബ് ഒന്ന് നോക്കാം. ഫയൽ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ന്യൂ എന്നുള്ള ഓപ്ഷൻ. ഹോം പേജ് കാണാം. ഹോം പേജിൽ ഇപ്പം കാണുന്നത് നമ്മൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സൽ ഫയൽസ് ആയിരിക്കും റീസെന്റ് ആയിട്ടുള്ളത്. പിന്നെ പിന്നീട് എന്നുള്ളത് നമ്മൾ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ന്യൂ എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ന്യൂ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷന്. പിന്നെ ഓപ്പൺ എന്നുള്ളതാണ്.
അത് നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും എക്സൽ ഫയൽ നമുക്ക് ഈ ഒരു എക്സൽ ഫയലിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഈ ഒരു എക്സൽ ഫയലിൽ നിന്ന് നമ്മൾ മുന്നേ ഓപ്പൺ ചെയ്ത ഏതെങ്കിലും എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്പൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഏതാണോ ഫയൽ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫോ ആണ്. ഇൻഫോയിലാണ് എന്ത് വരുന്നത്, നമ്മളെ ഈ ഒരു എക്സലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഈ ഒരു പേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സേവ് എന്നുള്ള ഓപ്ഷൻ ആണ്, അതുപോലെ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ആണ്. പിന്നെ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിന്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ ഷെയർ, എക്സ്പോർട്ട്, ക്ലോസ്, അക്കൗണ്ട്, പിന്നെ ഓപ്ഷൻസിലാണ് നമ്മളെ എക്സലിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണുന്നത്. ഓപ്ഷൻസ് എന്നുള്ള പേജിലാണ്. അതുപോലെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എക്സൽ ഫയൽ ഏതാണെന്നുള്ളത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് 365 എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തോട്ട് നിങ്ങൾ ഏതാണോ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ഹോം എന്നുള്ള ടാബാണ് നോക്കുന്നത്. ഹോമിൽ തന്നെ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്നത് നോക്കാം. ഒരു സെല്ലിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നത്, അപ്പം നമ്മൾ 3 ടൈപ്പ് ഡാറ്റയാണ് എൻട്രി ചെയ്യുന്നത്. ഒന്ന് ടെക്സ്റ്റ് ആയിരിക്കും, പിന്നെ ഒന്ന് നമ്പേഴ്സ് ആയിരിക്കും, പിന്നെ ഒന്ന് ഫോർമുലാസ് ആയിരിക്കും. ടെക്സ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്നു. അതിപ്പോൾ വന്നിട്ടുള്ളത് ഒരു എക്സൽ ഒരു സെല്ലിൽ വന്നിട്ടുള്ളത് എവിടെയാണ്, ലെഫ്റ്റ് സൈഡിലായിരിക്കും വരിക. അതുപോലെ നമ്പേഴ്സ് എൻട്രി ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലേക്കായിരിക്കും വരിക. പിന്നെ വരുന്നത് എന്താണ്, ഫോർമുലാസ് ആണ്. ഫോർമുലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു എന്നുള്ള സൈന് വെച്ചിട്ടായിരിക്കണം. ഏതൊരു ഫോർമുലയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു എന്നുള്ള ഒരു സൈന് വെച്ചിട്ടായിരിക്കണം. എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിവിടെ നമ്പർ എൻ്റർ ചെയ്തു. ഈക്വൽ ടു കൊടുക്കുന്നു, സെല്ല് സെലക്ട് ചെയ്യുന്നു, പ്ലസ് ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ ടോട്ടൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഫോർമുല ബാറിൽ എന്താണ് വരുന്നത്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ആണ് വരുന്നത്. അതുപോലെ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഫോർമുല ബാറിൽ വരുന്നത് നമ്പേഴ്സ് ആയിരിക്കും. ഫോർമുല സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് അല്ല വരുന്നത്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമുല ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് പേസ്റ്റ്, കട്ട്, കോപ്പി അതൊക്കെ നോക്കാം. ഫസ്റ്റ് ഹോമിലുള്ള ഫസ്റ്റത്തെ ആ ഒരു ഗ്രൂപ്പ്, ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് കട്ട്, അതുപോലെ കോപ്പി, പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ്. ഒന്നുമല്ല, കട്ട് ഓപ്ഷൻസ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഏത് സെല്ലാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, കട്ട് കൊടുക്കുന്നു. ഏത് സെല്ലിലേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് പേസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി കോപ്പി ആണെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, പേസ്റ്റിൽ തന്നെ മോർ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോർമാറ്റ് പെയിന്റർ ആണ്. അതായത് നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തു. ഓക്കെ, അതിൽ എന്തെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. ടെക്സ്റ്റ് ജസ്റ്റ് എൻ്റർ ചെയ്തു, അതിനൊരു ടേബിൾ ഫോർമാറ്റിലേക്കോ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റ് മാത്രം എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ആ ഒരു ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്ത് അതിന്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാം. പിന്നെ വരുന്നത് ഫോണ്ട് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നതാണ്. ഇതിലാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. എന്റെ ഡാറ്റ എൻ്റർ ചെയ്തു. ഇപ്പം നമ്മളിവിടെ ഫോബലിന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാലിബ്രി കൊടുക്കാൻ പറ്റും. ഏത് കാലിബ്രിയിലേക്കാണോ മാറ്റേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൈസ് ചേഞ്ച് ചെയ്യണം. നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു എന്നുള്ള ഓപ്ഷനും അതുപോലെ ഫോണ്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ ബോൾഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
പിന്നെ അതിന്റെ ഫോർമാറ്റ് മാറ്റുന്നതാണ് ഇറ്റാലിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ഇറ്റാലിക്കിലേക്ക് മാറ്റുന്നത്. അതുപോലെ പിന്നെ വരുന്നതാണ് അണ്ടർലൈൻ കൊടുക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്ത ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കുന്നതാണ്. 2 അണ്ടർലൈൻ ഉണ്ട്, ഒന്ന് നോർമൽ അണ്ടർലൈൻ കൊടുക്കുന്നതും പിന്നെ ഒന്ന് ഡബിൾ അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് അത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് നമ്മളൊരു ടേബിൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ബോർഡർ കൊടുക്കുന്നതാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം, നമുക്ക് ഏതാണ് വേണ്ടത് അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. ബോട്ടം മാത്രമാണെങ്കിൽ ബോട്ടം ബോർഡർ ഉണ്ടാവും, അതുപോലെ ഓൾ ബോർഡർ ആണെങ്കിൽ ഓൾ ബോർഡർ കൊടുക്കുന്നു. പിന്നെ ഔട്ട് സൈഡ് ബോർഡർ ഏതാണോ വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓൾ ബോർഡർ സെലക്ട് ചെയ്താൽ നമ്മൾ ആ ഒരു സെല്ലിന്റെ 4 ഭാഗത്തും എന്ത് വന്നിട്ടുണ്ടാവും, ബോർഡർ വന്നിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ വരുന്നത് ഫില്ല് എന്നുള്ള ഓപ്ഷനാണ്. ഫസ്റ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നത്, അതുപോലെ ടെക്സ്റ്റ് ഫില്ല് ചെയ്യുന്ന ഓപ്ഷനുമാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് നോക്കാം. സെല്ല് സെലക്ട് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ഫില്ല് കൊടുക്കുന്നു, ഏതാണോ കളർ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എൻ്റർ ചെയ്ത ആ ഒരു ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ല് സെലക്ട് ചെയ്യാം, ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫോണ്ട് എന്നുള്ള ഭാഗം ക്ലിയർ ആയിട്ടില്ലേ? പിന്നെ വരുന്നത് അലൈൻമെന്റ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, അലൈൻമെന്റിലാണ് നമ്മളിപ്പോ ഒരു ഡാറ്റ എൻ്റർ ചെയ്തല്ലേ. അപ്പൊ അത് എവിടെയാ വരുന്നതെന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലായിരിക്കും വന്നിട്ടുണ്ടാവാം. ഒരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഡാറ്റ വരാം. അപ്പൊ അതിന്റെ അലൈൻമെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിലേക്കോ മിഡിലേക്കോ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സെല്ല് സെലക്ട് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ അതിന്റെ റൊട്ടേഷൻ ആണ്, ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെർട്ടിക്കലോ ഇങ്ങനെയാണ് വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സൈസ് അല്ല, ഒന്ന് അലൈൻമെന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ പറയുന്നത് റാപ്പ് ടെക്സ്റ്റ് ആണ്. റാപ്പ് ടെക്സ്റ്റും അതുപോലെ മെർജ് ആൻഡ് സെൻറ്ററും ആണ്. അപ്പം സെല്ലിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെല്ലില് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഇൻക്ലൂഡ് ആയിട്ടില്ല. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ ഒരു കോളം എന്ത് ചെയ്യാം, ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റിന് ആവശ്യമുള്ള ആ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. കോളം സൈസ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഡാറ്റയെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ സെലക്ട് ചെയ്യാം, റാപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ കൊടുത്തത് ആ ഒരു സെല്ലിന്റെ അണ്ടറിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ കോളത്തിന്റെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. റോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, അതിന്റെ സൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് മെർജ് ആൻഡ് സെൻറ്റർ ആണ്. അത് എക്സലിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. നമ്മളൊരു ഫോർമാറ്റ്, ഒരു ഡാറ്റ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ മെർജ് ആൻഡ് സെൻറ്റർ യൂസ് ചെയ്യണം. മെർജ് ആൻഡ് സെൻറ്ററിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ. മെർജ് സെല്ല് ഉണ്ട്, അതുപോലെ അൺമെർജ് സെല്ല്, മെർജ് അക്രോസ്, മെർജ് ആൻഡ് സെൻറ്റർ. ഇതിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മെർജ് സെല്ല് ചെയ്ത് നോക്കാം. അതായത് മെർജ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ സെല്ലിനെയോ എന്തിനെങ്കിലും മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുറച്ച് സെല്ല് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെർജ് സെല്ല് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ കാണാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു സെല്ലൊക്കെ എന്തായിട്ടുണ്ട്, മെർജ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ മെർജിൽ നമ്മൾ കൊടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നെയിം ബോക്സ് വരുന്നത് എന്താണ്, നെയിം ബോക്സിൽ കാണാം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെൽ അഡ്രസ് ആയിരിക്കും നെയിം ബോക്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ വരുന്നത്
നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തു, ടെക്സ്റ്റ് എൻ്റർ ചെയ്തു. നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. ഒരു 4 കോളത്തിലേക്കായിട്ട് എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം? മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കാം. സെല്ലും മെർജ് ആയിട്ടുണ്ട്, അതുപോലെ എന്ത് നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് സെൻറ്ററിലേക്കും വന്നിട്ടുണ്ട്. സെല്ല് മെർജായി, എൻ്റർ ചെയ്ത ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് വന്നു. ഓക്കെ. പിന്നെ വരുന്നത് മെർജ് അക്രോസ് ആണ്. ഇതിന് അൺമേർജ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ അൺമേർജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അൺമേർജ് സെല്ല് കൊടുത്താൽ മതി. അപ്പം മെർജ് അക്രോസ് എന്ന് വരുന്നത് സെലക്ട് ചെയ്യുന്നു. സെല്ല് സെലക്ട് ചെയ്യാം, മെർജ് അക്രോസ് കൊടുക്കാം. മെർജ് അക്രോസിലാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നമുക്ക് കോളംസിൻ്റെത് മാത്രം എന്തായിട്ടുണ്ട്? മെർജ് ആയിട്ട് കാണാം. റോസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, റോസ് ഏതാണെന്നുള്ളത്. അപ്പം ആ ഒരു കോളത്തിൻ്റെത് മാത്രം എന്ത് വന്നിട്ടുണ്ട്? മെർജ് ആയിട്ടുണ്ട്. അതുപോലെ ഡാറ്റ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ എവിടെയാണോ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവാം. അതാണ് മെർജ് അക്രോസും അതുപോലെ മെർജ് ആൻഡ് സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ക്ലിയർ അല്ലേ? മെർജ് ആൻഡ് സെൻറ്ററും. ഹലോ, പിന്നെ വരുന്നത് നമ്മളെ ഫോർമാറ്റിന്റെ തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്പർ എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ നോർമലി നമ്മൾ എന്ത് ഡാറ്റ ഒരു സെല്ലിൽ എൻ്റർ ചെയ്യുമോ അത് വരുന്നത് ജനറൽ ഫോർമാറ്റിലായിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജനറല് നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പം ഈ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു, അതിപ്പോൾ ഉള്ളത് ജനറൽ ഫോർമാറ്റിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പറിലേക്ക് മാറ്റുന്നു. നമ്പറിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് വന്നു? ഡെസിമൽസ് വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ അത് നമുക്ക് എന്തിലേക്ക് മാറ്റാം? കറൻസിയിലേക്ക് കൊടുക്കാം. കറൻസി വന്നിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാം. ഡേറ്റ് ഷോർട്ട് ഡേറ്റും മാറ്റാൻ പറ്റും, അതുപോലെ ലോങ് ഡേറ്റും മാറ്റാൻ പറ്റും. ടൈം ഫോർമാറ്റിലേക്ക്, ഏത് ഫോർമാറ്റിലേക്കാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഫോർമാറ്റിലേക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ച് കൂടുതൽ ഫോർമാറ്റ് വേണമെങ്കിൽ ഈ മോർ നമ്പർ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ ഇവിടുന്ന് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ എൻ്റർ ചെയ്ത ഡാറ്റ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടുന്ന് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം, ഡോളർ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഡെസിമൽ പ്ലേസ് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഇവിടുന്ന് ഡെസിമൽ പ്ലേസ് കുറക്കാനോ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്, അതുപോലെ ഫോർമാറ്റ് ആസ് ടാബിള്, സെൽ സ്റ്റൈൽ. ഇതിൽ കണ്ടീഷണൽ ഫോർമാറ്റ് മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പിന്നെ ഫോർമാറ്റ് ആസ് ടാബിൾ വരുന്നത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലേക്ക് നമ്മളൊരു ടേബിളിന്റെ ഫോർമാറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഏതാണോ എൻ്റർ ചെയ്തത് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് ആസ് ടാബിൾ പോകുന്നു. ഏത് ഫോർമാറ്റ് ആണോ വേണ്ടത് അതെന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ സെൽ സ്റ്റൈലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സെല്ലിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏത് മോഡാണോ വേണ്ടത്, നോർമൽ, ബാഡ്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കാൽക്കുലേഷൻ സെല്ലാണെങ്കിൽ കാൽക്കുലേഷൻ കൊടുത്താൽ നമ്മൾ അവിടെ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് കളറിൽ കാണിക്കും. അതുപോലെ വാർണിംഗ് ടെക്സ്റ്റിൻ്റെതാണെങ്കിൽ ആ ഒരു കളറിൽ കാണിക്കും. വാർണിംഗ് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് റെഡിൽ കാണിക്കും. നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹെഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടൈറ്റിൽസ് ആൻഡ് ഹെഡിങ്ങിൽ പോയിട്ട് ഹെഡിങ്ങും കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയാണ് സ്റ്റൈല് എന്നുള്ള ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്നത് സെല്ല് എന്നുള്ള ഗ്രൂപ്പാണ്. അതിൽ ഇൻസേർട്ട്, ഡിലീറ്റ്, ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ വരുന്നത് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻസിൽ ഇൻസേർട്ട് സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഷീറ്റ് റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ റോ ഇൻസേർട്ട് ചെയ്യാം, കോളം ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ പുതിയ ഷീറ്റും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഷീറ്റ് ആഡ് ചെയ്യുന്നുണ്ട് താഴേന്ന്. അതല്ലാതെ നമുക്കിപ്പോൾ നമ്മൾ 2 ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡാറ്റ എൻ്റർ ചെയ്തു. അപ്പോൾ അതിന്റെ സെന്ററിൽ നമുക്ക് എന്ത് വേണം? പുതിയൊരു ഷീറ്റ് കൂടി ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കാം. ഓക്കെ. ഇൻസേർട്ട് സെല്ല് ഇൻസേർട്ട് ചെയ്യാം, ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം, കോളം റോ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ കോളമും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനും. ഇപ്പൊ ഇൻസേർട്ട് ചെയ്ത അതേ മെത്തേഡ് സെല്ലിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോളം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഷീറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റും.
അപ്പം ഈ ഒരു ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് ഷീറ്റ് കൊടുത്താൽ ആ ഒരു ഷീറ്റ് എന്തായിട്ടുണ്ടാവും, ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് ഫോർമാറ്റ് ആണ്. ഫോർമാറ്റിൽ വരുന്നത് നമ്മള് ഇപ്പം സെല്ലിൻ്റെത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെല്ലിന്റെ ഹൈറ്റും അതുപോലെ വിഡ്ത്തും മൗസ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വിഡ്ത്ത് കൂട്ടാം, റോൻ്റെ അത് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു സെല്ലിൻ്റെത് വിഡ്ത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോർമാറ്റിലേക്ക് പോവാം. ഇവിടെ റോ ഹൈറ്റ് കാണാം. ഇവിടുന്ന് എന്ത് ചെയ്യാം, റോ ഹൈറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ റോന്റെ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം, റോന്റെ ഹൈറ്റ് മാറി ഓട്ടോമാറ്റിക് ആയിട്ട്. അതുപോലെ തന്നെ കോളത്തിൻ്റെതും ചെയ്യാം. ഒന്നുകിൽ ഓട്ടോ ഫിറ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോളം വിട്ട് കൊടുത്തിട്ട് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്ലിയർ എന്നുള്ളതാണ്. ക്ലിയർ അതുപോലെ ഫില്ല് എന്നുള്ള ഓപ്ഷൻസ് ആണ്. ഓട്ടോസം നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം ഓട്ടോസം എന്താണെന്നുള്ളത്. പിന്നെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ആണ്. ക്ലിയർ എന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയ ഡാറ്റ ആണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഒരു ഡാറ്റ ക്ലിയർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. കീബോർഡിലുള്ള ഡിലീറ്റ് എന്നുള്ള ആ ഒരു കീ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് സ്പേസ് കൊടുക്കുക. ഓക്കെ. ഇനിയിപ്പോൾ അതൊരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് വിചാരിക്കാം. ബോർഡർ കൊടുത്തു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുന്നു. സെല്ല് സെലക്ട് ചെയ്യാം, ഡിലീറ്റ് കൊടുക്കാം. അപ്പം നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. നമുക്ക് ഫോർമാറ്റ് അടക്കം എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫില്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ക്ലിയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഒന്നുകിൽ ക്ലിയർ ഓൾ കൊടുത്താലും മൊത്തത്തിൽ ക്ലിയർ ആവും. ഫോർമാറ്റ് മാത്രം ക്ലിയർ ആവണമെങ്കിൽ ക്ലിയർ ഫോർമാറ്റ് കൊടുക്കുന്നു. കണ്ടന്റ് മാത്രമാണ് ക്ലിയർ ആവേണ്ടതെങ്കിൽ ക്ലിയർ കണ്ടന്റ് കൊടുക്കുന്നു. നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഫില്ല് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇത് ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓപ്ഷൻ ആണ്. നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? എങ്ങോട്ടാണോ ഫില്ല് ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് കൊടുക്കാം. ഡൗൺ ആണോ, റൈറ്റിലേക്കാണോ, അപ്പാണോ, ലെഫ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹോം എന്നുള്ള പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാവും. ഓക്കെ. ഇപ്പം ഫയൽ എന്നുള്ള ടാബ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹോം എന്നുള്ള ടാബ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ടാബ്സ് ഒക്കെ നമ്മൾ എക്സൽ എക്സ്പേർട്ട് എന്നുള്ള ഒരു കോഴ്സിലാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് വേർഷൻ ആയിരിക്കും അതൊക്കെ. ഓരോന്നും വരുന്നുണ്ട്. ഇൻസേർട്ട് എന്നുള്ള ടാബിൻ്റെ അണ്ടറിൽ വരുന്നത് മൊത്തം, അതുപോലെ ഡാറ്റ എന്നുള്ള ടാബിൻ്റെ അണ്ടറിൽ വരുന്നതൊക്കെ നമ്മൾ എക്സൽ എക്സ്പേർട്ട് എന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്, അതാണ് നോക്കുന്നത്. സമ്മ്, അതുപോലെ വൺ സെക്കൻഡ്.
ടേബിൾ ഷെയർ ചെയ്തിട്ടാണല്ലോ സ്ക്രീനിൽ. ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സം എന്നുള്ള ഫംഗ്ഷൻ ആണ്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്തു, അതിൽ നമ്പേഴ്സ് എൻ്റർ ചെയ്തു. അപ്പൊ അതിന്റെ ടോട്ടൽ കാണണം ഒരു ടേബിളിൽ. ഇപ്പം ഈ ഒരു ടേബിളിൽ നെയിം തന്നിട്ടുണ്ട്, എംപ്ലോയീസിന്റെ ഡെസിഗ്നേഷൻ ഉണ്ട്, സാലറി ഉണ്ട്. അപ്പൊ ഈ ഒരു സാലറിയുടെ ടോട്ടൽ ആണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു കൊടുക്കുന്നു, സം എന്ന് എൻ്റർ ചെയ്യുന്നു, കീബോർഡിൽ സം എന്ന് എൻ്റർ ചെയ്യുന്നു. കൂടെ നമുക്ക് ഫങ്ഷൻസ് വന്നിട്ടാണ്. ഇതിൽ സം സെലക്ട് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ കീബോർഡിലുള്ള ടാബ് എന്നുള്ള ഒരു കീ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ വാല്യൂസിന്റെ ആണോ സം കാണുന്നത് അതെന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കൊടുക്കാം. നമുക്ക് ഈ ഒരു വാല്യൂന്റെ ഒക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, സം കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഓട്ടോ സം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഓട്ടോ സമ്മിൽ പോകുന്നു, സം എടുക്കുന്നു, ഏതാണ് വേണ്ടത് അതൊന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത് കൊടുക്കും, സം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മിനിമം എന്നുള്ള ഫംഗ്ഷൻ ആണ്. എന്നുള്ള ഫംഗ്ഷൻ ആണ്, അതായത് ഈ ഒരു സെലക്ടഡ് സെല്ലിലുള്ള മിനിമം വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു കൊടുക്കുന്നു, മിൻ കൊടുക്കുന്നു. മിന്നുള്ള ഫംഗ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഏതൊക്കെ വാല്യൂസ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. നമുക്ക് മിനിമം വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടേബിളിൽ മിനിമം വാല്യൂ വരുന്നത് കിട്ടിയിട്ടുണ്ട്. 8000 ആണ് അത് കിട്ടിയിട്ടുണ്ട്. ഹലോ, ഓക്കെ, ഇതേ ഫംഗ്ഷൻ നമുക്ക് ഓട്ടോ സം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. സെല്ല് സെലക്ട് ചെയ്യാം, ഓട്ടോ സമ്മിൽ പോവാം, മിനിമം എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കാം. അപ്പം ഈ ഒരു വാല്യൂ അല്ല നമുക്ക് ഈ ഒരു സെല്ലല്ല സെലക്ട് ചെയ്യേണ്ടത്, ഏത് സെല്ലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, എൻ്റർ കൊടുക്കാം, മിനിമം വാല്യൂ കിട്ടി. നെക്സ്റ്റ് വരുന്നത് മാക്സിമം വാല്യൂ ആണ്. ഈക്വൽ ടു കൊടുക്കുന്നു, മാക്സ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു, സെല്ല് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കൊടുക്കാം. മാക്സിമം വാല്യൂ കിട്ടി. 20,000 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ സം യൂസ് ചെയ്തിട്ട് മാക്സ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഏത് വാല്യൂന്റെ ആണോ, ഏതൊക്കെ സെല്ലിന്റെ ആണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ആവറേജ് കാണാനാണ്. ഈക്വൽ ടു കൊടുക്കുന്നു, ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നു, സെല്ല് സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ആവറേജ് വാല്യൂ കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ സം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഈക്വൽ ടു കൗണ്ട് കൊടുക്കാം, സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കാം, കൗണ്ട് കിട്ടി. ഓക്കെ, കൗണ്ട് കൊടുക്കുന്നു. നമുക്കിപ്പം ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്പേഴ്സ് മാത്രം കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് നമ്പേഴ്സ് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കൗണ്ടാന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഈക്വൽ ടു കൗണ്ട് കൊടുക്കുന്നു, ടേബിൾ സെലക്ട് ചെയ്യുന്നു, നമുക്ക് എക്സ്ട്രാ ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കും. അപ്പോൾ ഇവിടെ 33 എന്നുള്ള നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്പേഴ്സും കൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടെക്സ്റ്റും കൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് കൗണ്ട് ചെയ്തു, ടെക്സ്റ്റും കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാങ്ക് സെല്ല് കൗണ്ട് ചെയ്യില്ല. അപ്പൊ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. കൗണ്ടാന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ
നമ്പേഴ്സും അതുപോലെ ടെക്സ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ ഈ ഒരു ഭാഗം? ഓക്കെ, അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇനി പിന്നെ നമ്മൾ നോക്കുന്നത് കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഓൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് നോക്കുന്നത്. കീബോർഡിലുള്ള ഓൾട്ട് പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെയൊക്കെ ഒരു നമ്പേഴ്സും ലെറ്റേഴ്സും വന്നിട്ടായിരുന്നില്ലേ, ടാബ്സിന്റെ അണ്ടറിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ടാബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ. ഹോമിന് H, ഇൻസേർട്ടിന് N, പേജിന് P, ഫയലിന് F നാട്ട് കാണുന്നില്ലേ. ഹലോ, ഹലോ, കിട്ടുന്നില്ലേ, കാണുന്നില്ലേ അത്? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓൾട്ട് പ്രസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് പറയുന്നത്. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ, അതായത് മൗസ് യൂസ് ചെയ്യാതെ കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സൽ ചെയ്യുമ്പോൾ വേണ്ടതാണ്. അപ്പം നമുക്കിപ്പം ഈ ഒരു ഡാറ്റ, ഈ ഒരു നമ്പർ എന്ത് ചെയ്യണം, ബോൾഡ് ചെയ്യണം. അതിനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്യാം. ഓൾട്ട് നമുക്ക് ഹോമിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പ് വരുന്നത്. അപ്പം ഹോം വരുന്നത് എന്താണ്, H ആണ്. H കൊടുക്കാം. H കൊടുക്കുമ്പോൾ ആ ഒരു ഹോമിന്റെ അണ്ടറിലുള്ള കമാൻഡ് ബട്ടൺസിനൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ഓരോ ലെറ്റേഴ്സും വന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാം, ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. ബോൾഡ് ആണ് വേണ്ടത്, 1 ആണ് വരുന്നത്, 1 കൊടുക്കാം. അപ്പം ബോൾഡായി. അതായത് നമ്മൾ മൗസ് യൂസ് ചെയ്യാതെ കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഏതാണോ സെല്ല് നമുക്ക് ഫോർമാറ്റ് മാറ്റേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് കൊടുക്കാം. ഓൾട്ട് പ്രസ് ചെയ്യാം. ഹോമിന്റെ അണ്ടറിലാണ് നമുക്കിപ്പം സൈസ് മാറ്റാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ അങ്ങനെ എന്താ വേണ്ടതെന്നുള്ളത് ഏത് ടാബിന്റെ അണ്ടറിലാണോ ഉള്ളത് നോക്കാം. അപ്പൊ ഹോമിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കാം, H കൊടുക്കാം. ഇൻസേർട്ട് ആണെങ്കിൽ എന്ത് കൊടുക്കണം, N കൊടുക്കണം. ഫയൽ ആണെങ്കിൽ F കൊടുക്കാം. ഹോം ആയതുകൊണ്ട് H കൊടുക്കുന്നു. അപ്പം അതിന്റെ അണ്ടറിലുള്ള കമാൻഡ് ബട്ടൺസിനൊക്കെ ഓരോ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോ ഓട്ടോ ഫിൽ കൊടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യാം, ഓട്ടോ ഫില്ല് കളർ കൊടുക്കണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഫില്ലിന് H ആണ് വരുന്നത്, H കൊടുക്കാം. H കൊടുക്കുമ്പോൾ നമുക്ക് കളറിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏതാണെന്നുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ മതി, എൻ്റർ കൊടുത്താൽ മതി. പിന്നെ വരുന്നത് റീപ്ലേസിങ്ങും കാര്യങ്ങളാണ്. അതായത് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു എൻ്റർ ചെയ്തത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടൂല നമുക്ക്. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫോർമുല ബാറിൽ സെല്ല് സെലക്ട് ചെയ്യാം, ഫോർമുല ബാറിൽ പോയിട്ട് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോപ്പി കട്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് സെല്ല് സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാം, കോപ്പി പേസ്റ്റ്, ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെയും കാണാൻ പറ്റും. ഡിലീറ്റ്, ഇൻസേർട്ട് ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും. കട്ട്, കോപ്പി, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എക്സലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു,
വർക്ക് ബുക്ക് എന്താണെന്ന് പറഞ്ഞു, വർക്ക് ഷീറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, സേവ് ചെയ്യുന്നത് പറഞ്ഞു, അതുപോലെ കോളം എന്താ, റോസ് എന്താണെന്ന് പറഞ്ഞു, സെല്ല് പറഞ്ഞ്, അതുപോലെ തന്നെ പിന്നെ റിബൺസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അല്ലെ. ഹോം എന്നുള്ള ടാബിന്റെ അണ്ടറിലതും പറഞ്ഞു, ഫയൽ എന്നുള്ള ടാബിന്റെ അണ്ടറിലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹോമിന്റെ തന്നെ പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു ഡാറ്റയുടെ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ്. അതായത് ഈ ഒരു ഫോണ്ട് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിലെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അലൈൻമെന്റ് എന്നുള്ളത് ഈ ഒരു ഹോം ടാബിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഡാറ്റയെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണം. ഒരു ഡാറ്റ എൻട്രി ചെയ്യാം, അതിനുശേഷം എന്ത് ചെയ്യാം, അതിനെ ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം, ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക്. ഈ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ടേബിളിലേക്ക് ഫോർമാറ്റ് ചെയ്യാം. റാപ്പ് ടെക്സ്റ്റ്, മെർജൻറ്റ് സെന്റർ, അതുപോലെ അലൈൻമെന്റിൻ്റെത്, ബാക്ക്ഗ്രൗണ്ട് കളറ്, ഫോൺ കളർ, ഇതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഫോർമാറ്റിലേക്ക് ഒരു ഡാറ്റയെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. പിന്നെ കുറച്ച് ഫംഗ്ഷൻസ് നോക്കി, സമ്മ്, മിനിമം, മാക്സിമം, ആവറേജ്, കൗണ്ട്, ഇത്രയും ഫംഗ്ഷൻസ് നോക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? അല്ല എന്തേലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതിനൊരു ഇന്ററാക്റ്റീവ് സെഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇത് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം വാട്സപ്പിലാണ് ഇത് ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളത് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഹാഫ് ആൻ അവർ ഉണ്ട്, ആ ഒരു ടൈമിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് 12 മണി തൊട്ടാണ്. 12 to 12:30 വരെയുള്ള ഒരു ടൈമിലാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടേണ്ടത്. അപ്പോൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിൽ താങ്ക് യു. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ.